നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എന്നിവർ തിരുവനന്തപുരത്തുണ്ട്. ഇന്നും നാളെയുമായി ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സൂചന. 10 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ 10 സീറ്റുകൾ അത് കേരള കോൺഗ്രസിന് നൽകാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? ചർച്ചകൾ ആരംഭിക്കുകയാണല്ലോ ഇന്നു മുതൽ. മായ, കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് നടന്നപ്പോഴും ആ യോഗത്തിലും ഉണ്ടായ തീരുമാനം 10 സീറ്റിൽ തന്നെ, കഴിഞ്ഞ തവണയ്ക്കത്തെ പോലെ തന്നെ 10 സീറ്റിൽ തന്നെ ഇത്തവണയും മത്സരിക്കണമെന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിലെ തീരുമാനം. ഈ ഒരു ആവശ്യം UDF നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ് നേതൃയോഗം പൊതുവിൽ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി PJ ജോസഫിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബജറ്റിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, അതേപോലെ കേരള കോൺഗ്രസിന്റെ നേതാക്കളായ ചെയർമാൻ PJ ജോസഫ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് തുടങ്ങിയവരെല്ലാം തിരുവനന്തപുരത്തുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സീറ്റ് വിഭജന ചർച്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഈ ദിവസങ്ങളിൽ നടക്കുമെന്നാണ് കരുതുന്നത്. ഇന്നും ഒരുപക്ഷെ ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന. ഈ ബജറ്റിന്റെ ചർച്ചയുടെ ഇടവേളകളിൽ ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും 10 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നത് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെയും നൽകിയിട്ടില്ല. അതായത് 6 സീറ്റായി മാത്രം നൽകിക്കൊണ്ട് 4 സീറ്റുകൾ കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുക്കുമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. അതിനെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് തള്ളിയിരുന്നു. അത്തരം ഒരു ആവശ്യവും കോൺഗ്രസിൽ നിന്നും ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും സീറ്റുകൾ വെച്ച് മറന്ന തരത്തിലുള്ള ഒരു ചർച്ചകളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു അന്ന് മോൻസ് ജോസഫിൻ്റെ പ്രതികരണം. എന്നാൽ ഇന്നലെ KPCC പ്രസിഡന്റും അതേപോലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞ കാര്യങ്ങൾ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യത്തിനായി ഇരുവരും നൽകിയ മറുപടി ചർച്ചകൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി. അപ്പോൾ അത് നൽകുന്ന ഒരു സൂചന 10 സീറ്റ് കേരള കോൺഗ്രസ് നൽകുമെന്ന് ഇനിയും കോൺഗ്രസ് ഉറപ്പ് നൽകി എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ എടുക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനം. കഴിഞ്ഞ ദിവസവും ചെയർമാനും എക്സിക്യൂട്ടീവ് ചെയർമാൻ എല്ലാം പറഞ്ഞ കാര്യം 10 സീറ്റിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയായിരുന്നു. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയൊരു സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, UDF അത്തരമൊരു പ്രതീക്ഷയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 10 സീറ്റുകളിൽ ഏതെങ്കിലും സീറ്റ് വിട്ടുവീഴ്ച ചെയ്ത് നൽകി കഴിഞ്ഞാൽ ഭാവിയിൽ ആ സീറ്റുകൾ വീണ്ടും കേരള കോൺഗ്രസിലേക്ക് വന്നേക്കില്ല എന്നുള്ള ഒരു ആശങ്ക തന്നെ അവർക്കുണ്ട്. കേരള കോൺഗ്രസ് LDF വലിയ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട്. അവർ ഇത്തവണ 13 സീറ്റ് എന്നുള്ള ഒരു ആവശ്യത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അത് LDF അനുവദിച്ച് കിട്ടുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം 6 അല്ലെങ്കിൽ 8 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അതവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടും ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നവും തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ അവർക്ക് വലിയ മേൽക്കൈ നേടാനായിട്ടുണ്ട്. കോൺഗ്രസിനൊപ്പം തന്നെ നിന്ന് അവർക്കും വലിയൊരു നേട്ടം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല. കോട്ടയം ജില്ലയിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കാനായ സാഹചര്യത്തിൽ മധ്യകേരളത്തിൽ ഒരു നിർണായക ശക്തിയായി തന്നെ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ സാഹചര്യത്തിൽ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയിൽ വേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉള്ളത്. ഏതായാലും ഇന്നും നാളെയും ഒക്കെയായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കും. UDF തന്നെ മുസ്ലിം ലീഗും കൂടുതൽ സീറ്റുകൾക്കായുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കേരള കോൺഗ്രസ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കും ചർച്ചകളിൽ എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. മായ, ശരി. പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്.